ഹലോ എവ്രി വൺ. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് നോക്കി. അതേപോലെ കൺവേർഷൻസ് ഡെസിമൽ ടു ബൈനറിയും അതേപോലെ ബൈനറി ടു ഡെസിമൽ കൺവേർഷനും കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒക്ടൽ ടു ഡെസിമൽ. അത് ഒക്ടൽ നമ്പർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അതിനെ എന്താക്കി മാറ്റുക, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതേപോലെ ഡെസിമൽ തന്നിട്ടുണ്ടെങ്കിൽ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒക്ടൽ നിന്ന് ബൈനറിയിലേക്ക്, അതുപോലെ ഹെക്സാ ഡെസിമൽ, അങ്ങനെ ഡിഫറെൻറ്റ് കൺവേർഷൻസിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം വെച്ച് തന്നെ ചെയ്തങ്ങ് പോവാം. കൺവേർട്ട് ദ ഒക്ടൽ ഹോൾ നമ്പർ 5726. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് 5726 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബേസ് എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ഒക്ടൽ നമ്പറാണ്. അതിനെന്തിലേക്ക് മാറ്റണം? ഡെസിമലിലേക്ക് മാറ്റണം. ഡെസിമൽ എന്ന് വെച്ചാൽ എത്രയാണ്? ബേസിൻ്റെ വാല്യൂ 10 ആണ്. 8 എന്നുള്ളത് ബേസ് 10ലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? നമുക്കറിയാം, ഒക്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെയ്റ്റഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ ഓരോ വെയ്റ്റിന് എത്ര റേഞ്ചാണ് ഉള്ളത്? 6:0. ഇവിടെ ബേസ് 8 ആയതുകൊണ്ട് 8:0, അതുപോലെ 8:1, 8:2, അതുപോലെ 8:3. കാരണം 4 ബിറ്റാണ് ഇതുള്ളതുകൊണ്ട് 8:3 വരെ പോകും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ബിറ്റ് കൊണ്ട് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കാം. 6 ഇൻറ്റു ആദ്യത്തത് 6 ഇൻറ്റു 8:0. ഓക്കെ, നെക്സ്റ്റ് അത് അടുത്ത പൊസിഷൻ ഏതാ? 2 ഇൻറ്റു 8:1. നെക്സ്റ്റ് 7 ഇൻറ്റു 8:2, 5 ഇൻറ്റു 8:3. അങ്ങനെ ഓരോ നമ്പേഴ്സും എടുത്തിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നമ്മൾ ബൈനറി ചെയ്ത പോലെ തന്നെയാണ്. എന്ത് ചെയ്യുക? അതിൻ്റെ ബേസ് എത്രയായിരുന്നു? 2 ആയിരുന്നു. പക്ഷേ ഇവിടെ ഒക്ടലിൽ 8 ആയതുകൊണ്ട് നമ്മൾ 8:0, 8:1, 8:2, 8:3 കൊണ്ട് എന്തൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കാം ആൻസർ 5 ഇൻറ്റു 8:3. നെക്സ്റ്റ് 7 ഇൻറ്റു 8 സ്ക്വയർ, 2 ഇൻറ്റു 8:1, 6 ഇൻറ്റു 8:0. മൾട്ടിപ്ലൈ ചെയ്യുക. 8 ക്യൂബ് 12 ആണ്. 8 സ്ക്വയർ 64 ആണ്. 8:1 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 2 ഇൻറ്റു 8 16 വരും. 8:0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 6 ഇൻറ്റു 1 6 വരും. എല്ലാം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3030. ബേസ് ഏതായിരിക്കും? ഡെസിമലാണ് തന്നേക്കുക. ബേസ് എന്തായിരിക്കും? 10. അപ്പോൾ 5726 ഒക്ടൽ 8 എന്നുള്ളത് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്തു? 3030 എന്ന് പറഞ്ഞ ഡെസിമൽ ഫോമിലേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ടേം എടുക്കുക, ആ ടേമിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എല്ലാ ടേമും തമ്മിൽ പരസ്പരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റീജർ പാർട്ടിന്, ഒക്ടലിൻ്റെ ഇൻറ്റീജർ പാർട്ടിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഡെസിമലാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് ഒരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത്. ഫ്രാക്ഷനിലാണ് തന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ മറ്റെല്ലാം ചെയ്ത പോലെ തന്നെയാണ്, നേരത്തെ ബൈനറിയിൽ ചെയ്ത പോലെ തന്നെ. കൺവേർട്ട് ദ ഒക്ടൽ ഫ്രാക്ഷൻ നമ്പർ 0.45 ഇൻറ്റു ഡെസിമൽ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് 0.45 ആണ് അല്ലേ? 45 ആണ്. അപ്പോൾ നമുക്കറിയാം പൊസിഷൻ എങ്ങനെ വരിക? ഈ ഒരു പൊസിഷനിൽ എന്ത് വരും? പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 8⁻⁻1 ആണ്. അടുത്ത പൊസിഷൻ എത്രയാണ്? 8⁻². അടുത്ത പൊസിഷൻ എത്രയാണ്? 8⁻3. അപ്പോൾ ബൈനറി പറഞ്ഞ സമയത്ത് എത്രയായിരുന്നു? 2⁻1, 2⁻2 എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടുത്തെ പൊസിഷൻ എന്തൊരു? ബേസ് 8 ആണ്. ഒക്ടൽ ആയതുകൊണ്ട് ബേസ് 8 വരും. 8⁻1, 8⁻2, 8⁻3. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. അപ്പോൾ 8⁻1 സ്ഥലത്ത് ഏതാ? 4 ആണ് അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 8⁻1 പ്ലസ് എന്ത് വരും? അടുത്ത പൊസിഷൻ ഏതാ? 5 ഇൻറ്റു 8⁻2, 5 ഇൻറ്റു 8⁻2. ഓക്കെ, ബാക്കി നമ്പർ ഇല്ല, 2 നമ്പറേ ഉള്ളൂ. രണ്ടും എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 8⁻1 0.125 ആണ്. 8⁻2 0.0156. രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ആഡ് ചെയ്യുക. ആൻസർ എത്ര കിട്ടും? 0.57825. ഓക്കെ, ബേസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ 0.45 ഒക്ടൽ ബേസിലുള്ള 0.45നെ നമ്മൾ എന്താക്കി മാറ്റി? ഡെസിമൽ ബേസിലുള്ള ഒരു നമ്പർ ആക്കിയിട്ട് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ വെയിറ്റ് 8⁻1, 8⁻2. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും -1, -2, -3 ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഒക്ടൽ ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് തിരിച്ച് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. നമ്മുടെ കയ്യിൽ ഒരു ഡെസിമൽ നമ്പർ എന്നത് ബേസ് 10 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ തന്നിട്ടുണ്ട്. അതിനെന്തിലേക്ക് മാറ്റുക? ബേസ് 8ലേക്ക് മാറ്റാം. ഓക്കെ, നമ്മൾ ഇന്നലെ ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഒരു ഡെസിമൽ തന്നിട്ടുണ്ട്, അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആണ് ചെയ്തത് അല്ലേ? ഡിവിഷൻ ബൈ 2 ആണ് ചെയ്തത്. കാരണം എന്താണ്? ബൈനറിയുടെ ബേസ് 2 ആയിരുന്നു.
പക്ഷേ ഇവിടെ എന്താണ് ഒക്ടലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒക്ടലിന്റെ ബേസ് എത്രയാണ് 8 ആണ്. അപ്പോൾ തന്ന ഡെസിമൽ നമ്പറിനെ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ എത്രയാണെന്ന് എഴുതുക. അതിന്റെ റിമൈൻഡർ നമ്മളെ സൈഡിലേക്ക് ഇന്നലെ ബൈനറി ചെയ്തപ്പോൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഒക്ടൽ വരുന്ന സമയത്ത് എന്ത് വരും, 8ന്റെ അതിന്റെ റിമൈൻഡർ ഏതാണ്, ആ റിമൈൻഡർ സൈഡിലോട്ട് എഴുതി പോവുക. എന്നിട്ട് ഏറ്റവും അവസാനം റിമൈൻഡർ 1 വരുന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് ബോട്ടം ടു ടോപ്പ് എടുക്കുക. ഇന്നലെ ബൈനറിൽ ചെയ്ത പോലെ തന്നെയാണ് ബോട്ടം ടു ടോപ്പ് ആയിട്ട് എടുക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 4723 4723 ഡെസിമലാണ് തന്നേക്കുന്നത്. ഓക്കെ, ബേസ് 10 അതിനെന്തിലേക്ക് മാറ്റാം, ഒക്ടലിലേക്ക് മാറ്റണം. അപ്പം എന്ത് ചെയ്താൽ മതി, 4723യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഒക്ടൽ ആയതുകൊണ്ടാണ് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ബൈനറി ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കുക. എത്ര 590 ടൈംസ് 8 പോകുന്നുണ്ട് നോക്കാം. ഓക്കെ, 590 ടൈംസ് 8 പോകുന്നുണ്ട്. 8 പോകുന്ന സമയത്ത് ബാലൻസ് എത്ര വരും, 3 ആണ് വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബാലൻസ് നമുക്ക് 3 വരും. ആ 3 എന്ത് ചെയ്യുക, ഇവിടെ ബാലൻസ് ചെയ്താൽ എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇവിടെ 590 ആണ് കിട്ടിയത്. 590 കിട്ടി, ബാലൻസ് 3 വന്നു. ഓക്കെ, ഇനി 590 എന്ത് ചെയ്യുക, വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിപ്പീറ്റഡ് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോഴത്തോട്ടും 73 ടൈംസ് ആണ് പോകുന്നത്. ബാലൻസ് എത്ര വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എത്ര വരുന്നുണ്ട്, 9 വരും. 9 into 8 എത്ര, 72 ആണ്. ഇവിടെ 73 ആണുള്ളത്. അപ്പോൾ ബാലൻസ് എത്ര വരും, 1 വരും അല്ലേ. എന്നിട്ട് ഡിവൈഡ് ബൈ വീണ്ടും എന്ത് ചെയ്യുക, 8 ചെയ്യുക. 9 എത്ര ടൈംസ് 8 പോകുന്നുണ്ട്, 1 ടൈംസ് ആണ് പോകുന്നത്. എന്നാലും 8 ആവുന്നുള്ളൂ, ഒരെണ്ണം ബാലൻസ് വരുന്നുണ്ട്. ആ ബാലൻസ് ഇവിടെ എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ബോട്ടം ടു ടോപ്പ് നമ്മൾ എടുക്കുക. അപ്പോൾ എടുക്കുന്നത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ 1 1 1 6 3, അത് 1 1 1 6 3, അത് ബേസ് 8. ഓക്കെ, അപ്പോൾ 4723 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി, ഒക്ടലിലേക്ക് മാറ്റി. എങ്ങനെ മാറ്റിയത്, റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ചെയ്യുക. അതിൻ്റെ റിമൈൻഡേഴ്സ് സൈഡിൽ എടുത്ത് എഴുതുക. എന്നിട്ട് ബോട്ടം ടു ടോപ്പിലേക്ക് ഉള്ള രീതിയിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അതാണ് എന്താക്കുക, ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതൊരു എന്താണ് ഇൻറ്റീജർ ആയി തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഒരു ഫ്രാക്ഷൻ ആണ് തന്നേക്കുന്നത്. ഡെസിമൽ ഫ്രാക്ഷൻ നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, 0.56 എന്ന് പറയുന്ന ഒരു ഡെസിമൽ ഫ്രാക്ഷൻ നമ്മുടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഡെസിമൽ നമ്പറാണ്, ബേസ് 10 ആണ്. ഇതിനെന്തേക്ക് മാറ്റാം, ഒക്ടൽ നമ്പറിലേക്ക് മാറ്റണം, ബേസ് 8ലേക്ക് മാറ്റണം. എന്ത് ചെയ്താൽ മതി, നമ്മൾ ബൈനറി ഇന്നലെ ചെയ്തത് ഇൻറ്റു 2 ആണ് നമ്മൾ ചെയ്തത് അല്ലേ, ഇൻറ്റു 2 ചെയ്തു. പക്ഷെ ഇവിടെ ഒക്ടൽ ആയതുകൊണ്ട് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇൻറ്റു 8 ചെയ്യുക. അതായത് 0.56 ആണ് നമ്മുടെ നമ്പർ. ആദ്യം എന്ത് ചെയ്യുക, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, 4.48. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇൻറ്റീജർ നമ്പർ എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഇൻറ്റീജർ നമ്പർ എത്രയാണ്, 4 ആണ് അല്ലേ. അപ്പോൾ 4 നമ്മൾ എടുത്ത് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, 4.48 അല്ല, നമ്മൾ ഇൻറ്റീജർ ഓൾറെഡി എടുത്ത് മാറ്റി കഴിഞ്ഞു. പിന്നെ ബാക്കി എന്താ ഉള്ളത്, 0.48 ആണ് അല്ലേ, 0.48. അപ്പോൾ അടുത്ത നമ്പർ എത്രയാണ്, 0.48 ഇൻറ്റു വീണ്ടും എന്ത് ചെയ്യുക, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും, 3.84 എന്ന് വന്നു. 3.84. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീജർ എത്രയാണ്, 3 ആണ്. അപ്പോൾ 3 എന്ത് ചെയ്യുക, മാറ്റുക. 3 മാറ്റി വെച്ചു. ബാക്കി എന്ത് വരും, 84 ഉണ്ട് അല്ലേ. അപ്പോൾ 0.84 വീണ്ടും എന്ത് ചെയ്യുക, 0.84നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 6.72 കിട്ടും. 6.72. ഇപ്പോൾ 6 ആണ് നമ്മുടെ ഇൻറ്റീജർ വരുന്നത്. ആ 6ൽ ഇവിടെ നിന്ന് മാറ്റി ചെയ്താൽ അങ്ങനെ നമുക്ക് 3 4 സ്പേസിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ 3 പോയിന്റ്സ് ആണ് എടുത്തേക്കുന്നത്. അതെടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഡെസിമൽ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുക, ടോപ്പ് ടു ബോട്ടം എടുക്കുക. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് ആണെങ്കിൽ ബോട്ടം ടു ടോപ്പ് ആയിട്ട് എടുക്കണം. അതുപോലെ ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിൽ ടോപ്പ് ടു ബോട്ടം എടുക്കുക. ടോപ്പ് ടു ബോട്ടം എവിടെ നമ്മൾ വരിക, ഇവിടെ 4. ആദ്യത്തെ റിമൈൻഡർ 4 ആണ്, രണ്ടാമത്തെ റിമൈൻഡർ 3 ആണ്, മൂന്നാമത്തെ റിമൈൻഡർ എത്രയാണ്, 6 ആണ് അല്ലെ. ഇൻറ്റീജർ പാർട്ട് 6 ആണ്. ഇവിടെ എന്തെടുക്കുക, ഡെസിമൽ. ഓക്കെ, അപ്പോൾ 0.436 ആണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെസിമൽ ഫ്രാക്ഷൻ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻറ്റു 8 ചെയ്യുക. ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ ഇൻറ്റീജർ എടുത്ത് മാറ്റി വെക്കുക. ആ ഇൻറ്റീജർ ടോപ്പ് ടു ബോട്ടം എഴുതി കഴിഞ്ഞാൽ എന്തായി മാറും, അതിനെ നമ്മൾക്ക് ഒക്ടലിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയാണ് ഒരു ഡെസിമൽ ഫ്രാക്ഷൻ എന്തിലേക്ക് മാറ്റുന്നത്, ഒക്ടലിലേക്ക് മാറ്റുന്ന പ്രൊസീജിയർ. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ ഒക്ടൽ ടു ഡെസിമൽ പറഞ്ഞു, ഡെസിമൽ ടു ഒക്ടലും പറഞ്ഞു. ഇനി അടുത്ത നമ്പർ ഏതാണ്, ഹെക്സാ ഡെസിമൽ ആണ്. ഓക്കെ, നമുക്കറിയാം ഹെക്സാ ഡെസിമലിന്റെ ബേസ് എത്രയാണ് വരുന്നത്, 16 ആണ് അല്ലേ. 16 ആണ് ഹെക്സാ ഡെസിമൽ വരുന്നത്. ഹെക്സാ ഡെസിമൽ കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, 9 വരെ നമുക്ക് ഇൻറ്റീജേഴ്സ് ആയിട്ടുള്ളൂ. 10 എന്താണ്, എ ആണ്.
11 എന്ന് പറയുന്നത് എത്ര വരും? ബി വരും. 12 എന്ന് പറയുന്നത് സി വരും. 13 ഡി, 14 ഇ, 15 എഫ്. ഓക്കെ, ഇത് കാര്യം കൂടി ഹെക്സാഡെസിമൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. 9 വരെ 0 to 9 വരെ നമ്മൾ ഇൻറ്റീജേഴ്സ് ആയിട്ട് എടുക്കുന്നുള്ളൂ. 10 തൊട്ട് പിന്നെ ആൽഫബറ്റ്സ് ആണ്, എ മുതൽ എഫ് വരെയുള്ള 15 എഫ് എന്ന് പറയുന്ന ആൽഫബറ്റ്സ് ആണ് ഹെക്സാഡെസിമൽ വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഹെക്സാഡെസിമൽ, ഒക്ടൽ അല്ല, ഇത് ഹെക്സാഡെസിമൽ ആണ്. ടോപ്പ് ക്വസ്റ്റ്യൻ ഇതാണ് ഹെക്സാഡെസിമൽ. കൺവേർട്ട് ദ ഹെക്സാഡെസിമൽ ഹോൾ നമ്പർ. നമ്മുടെ കയ്യിൽ ഒരു ഹെക്സാഡെസിമൽ തന്നിട്ടുണ്ട്. 45 AC എന്ന് പറയുന്ന 45 AC 4 ഡിജിറ്റുള്ള നമ്പറാണ്. അത് ഹെക്സാഡെസിമൽ ആണ്, 16 ആണ്. അതിനെന്തിലേക്ക് മാറ്റണം? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഓക്കെ, നമുക്കറിയാം ഡെസിമലിന്റെ ഇത് എത്രയാണ്? 10 ആണ് അല്ലേ? ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്. അപ്പോൾ 45 AC എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? ഡെസിമലിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഹെക്സാഡെസിമൽ ആകുമ്പോൾ നമുക്കറിയാം ഓരോ പൊസിഷൻ എന്തുണ്ട്? അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് ഇല്ലേ? നമ്മൾ ഡെസിമലും ഒക്ടലും ഒക്കെ പറഞ്ഞ പോലെ എന്തുണ്ട്? അതിന് കറസ്പോണ്ടിങ് വെയിറ്റ് ഉണ്ട്. സിന്റെ വെയിറ്റ് എത്രയാ? 16⁻0 ആണല്ലോ. കാരണം ബേസ് 16 ആണ്. 16⁻0. ഇതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എത്രയാ? 16⁻1. 5ന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എത്രയാ? 16⁻2. 4ന്റെ എത്രയാണ്? 16⁻3. അപ്പോൾ പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ്, ബേസ് മാത്രമേ മാറുന്നുള്ളൂ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. സി ഇൻറ്റു 16⁻0. സി ഇൻറ്റു 16 നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിന്റെ സ്ഥലത്ത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്രയാണ്? ഇൻറ്റീജർ എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പോൾ 12 ഇൻറ്റു 16⁻0. 12 ഇൻറ്റു 16⁻0 ആക്കുക. എയുടെ സ്ഥലത്ത് 10. അപ്പോൾ 10 ഇൻറ്റു 16⁻1. അങ്ങനെ നമുക്ക് ഓരോ നമ്പർ എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനുമായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പൊസിഷൻ നോക്കുക. 16⁻0, 16⁻1, 16⁻2, 16⁻3. ഓക്കെ, 45 AC. 4 ഇൻറ്റു 16⁻3, 5 ഇൻറ്റു 16 സ്ക്വയർ, 10 ഇൻറ്റു 16⁻1, 12 ഇൻറ്റു 16⁻0 എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് അവസാനം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കാം? ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. അത് 45 AC എന്ന് പറയുന്ന ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എത്രയായിരിക്കും? 17,836 ബേസ് 10 ആയിരിക്കും. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത്.